ഇത് കൊടുക്കുന്നതിലുപരി ഞാൻ ഈ പത്രസമ്മേളനം വിളിച്ചത് എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാർ, വടകര പാർലമെൻറ്റ് മണ്ഡലം, നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിയോ ആയിക്കോട്ടെ, നിങ്ങളെന്നെ പൊളിറ്റിക്കലായിട്ട് വിമർശിച്ചോ? ഞാൻ പറയുന്ന പൊളിറ്റിക്സ് ശരിയല്ലെന്നോ എൻ്റെ പ്രവർത്തനം ശരിയല്ലോ നിങ്ങൾ പറഞ്ഞോ. പക്ഷേ ഞാൻ സ്വപ്നത്തിൽ ചിന്തിക്കാത്ത കാര്യങ്ങൾ അത് കുടുംബ സദസ്സിലേക്ക് നിങ്ങൾ അയച്ചാൽ അത് ദയവ് ചെയ്ത് എൻ്റെ സഹോദരന്മാർ വിശ്വസിക്കരുത് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് എൻ്റെ പ്രവർത്തനം ഇഷ്ടമാണെങ്കിൽ, ഞാൻ എൻ്റെ മുന്നണിയുടെ രാഷ്ട്രീയ പറയുന്നത് ഇന്ത്യയുടെ മതേതരത്വം സംരക്ഷിക്കാൻ, പാർലമെൻറ്റിൽ ശബ്ദമുയർത്താൻ ഇടതുപക്ഷം അവിടെ പോകണം. ഇന്ത്യയുടെ ജനാധിപത്യം തകരുമ്പോൾ ശക്തമായിട്ട് ഉറച്ചു നിൽക്കാൻ ഇടതുപക്ഷം അവിടെ ചെല്ലണം. ഞാൻ പോയാൽ അതാ ചെയ്യാം. പിന്നെ കേരളത്തിൻ്റെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാൻ അവിടെ ഇടതുപക്ഷം ഉണ്ടാകണം. വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ വികസനം, ഇന്നലെ വികസന സെമിനാർ നടത്തി ഇവിടെ, അതിനകത്ത് വന്ന ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്. അതെല്ലാം ഞാൻ MP ആയാൽ ഇവിടുത്തെ കർഷകർക്ക് വേണ്ടി, ഇവിടുത്തെ യുവാക്കൾക്ക് വേണ്ടി, ഇവിടുത്തെ സ്ത്രീകൾക്ക് വേണ്ടി, എല്ലാ വിഭാഗം ജനങ്ങൾക്ക് വേണ്ടിയും അത്തരം പ്രോജക്റ്റുകൾ കിട്ടാൻ കേന്ദ്ര ഗവൺമെൻറ്റിൽ സമ്മർദ്ദം ചെലുത്തും. ഞാനത് ചെയ്യും. കാരണം ഞാൻ MLA ആയപ്പോഴും മന്ത്രി ആയപ്പോഴും എൻ്റെ കഴിവിൻ്റെ പരമാവധി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ഈ നാട്ടിലെ കോൺഗ്രസ്സുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും എല്ലാം അറിയുന്ന കാര്യമാണ്. ഞാനാണ് ഏറ്റവും ശരി, എല്ലാം ചെയ്തത് ഞാനാണെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പതറി ഇരിക്കാതെ നിവർന്നു നിന്ന് ആ പ്രതിസന്ധിയെ നേരിടാൻ ജനങ്ങൾക്ക് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അത് ഞാനൊരു MP ആയാലും ചെയ്യും, ജനങ്ങളുടെ കൂടെ ഉണ്ടാകും. പക്ഷേ ഈ ജാതി വ്യക്തിഹത്യ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് നേരിടുക, ജീവിതത്തിൽ അത്ര വൃത്തികെട്ട ഒരു സംഘമാണ് അവർ. നിങ്ങളെങ്ങനെയാണ് അവർക്ക് വോട്ട് ചെയ്യാമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങളുടെ പൊളിറ്റിക്സ് ഏതായാലും അത്രേ ഞാൻ ചോദിക്കുന്നുള്ളൂ. പ്രിയപ്പെട്ടവരത് മനസ്സിലാക്കണം. ഇനി ആർക്കെങ്കിലും ഇവരുടെ മേൽ വല്ല നിയന്ത്രണം ഉണ്ടെങ്കിൽ ഇത് അവസാനിപ്പിക്കാൻ നിങ്ങളൊന്ന് പറയണം. അതിനകത്തെല്ലാം നല്ല മനുഷ്യന്മാരുണ്ടല്ലോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഗൂഢസംഘത്തിൻ്റെ മേൽ നിയന്ത്രണം ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇത് അവസാനിപ്പിക്കാൻ അവരോട് പറയുന്നതായിരിക്കും നല്ലത്.